MDMA പോലുള്ള കൊണ്ടുവരുന്നതൊന്നും വലിയ ഒരു സ്പേസിൻ്റെ ആവശ്യമുള്ള സാധനമല്ല. ഇപ്പം ഇവിടെ എനിക്ക് അടുത്തിടെ അറിയാൻ കഴിഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മാഫിയ ഈ ബാംഗ്ലൂർ പിടിക്കുന്ന പെൺകുട്ടികളെയൊക്കെ വല്ലാതെ ഇതിനകത്ത് വിനിയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ്. ആഴ്ചയിൽ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നൊക്കെ മാസത്തിലോ 2 മാസത്തിലൊക്കെ വന്നുകൊണ്ടിരുന്ന പെൺകുട്ടികൾ ഇപ്പോൾ 2 ആഴ്ചയും 3 ആഴ്ചയും കൊണ്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഇവരുടെ കയ്യിലൊക്കെ MDMA ആണ് കൊണ്ടുവരുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന ഈ പണം അവർ പല രീതിയിൽ ദൂർത്തടിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ അമിതമായ ചെലവുകൾക്കും നിയന്ത്രണമില്ലാത്ത ജീവിതോപാധിക്കും വേണ്ടിയാണ് അതിനിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് അവർ ഈ മാർഗം ആശ്രയിക്കുന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാംഗ്ലൂർ, മൈസൂർ എന്നൊക്കെ പറയുന്നത് ഒരു പോഷ് ജീവിതവുമായി ബന്ധപ്പെട്ട് അവർ കിട്ടുന്ന ഒരു സാധനമുണ്ട്. ഇവിടുന്ന് ഒത്തിരി കുട്ടികൾ അവിടെ പഠിക്കാൻ പോകുന്നുണ്ട്. അവരിൽ പറയുന്ന കഥകൾ കുട്ടികൾ കേട്ടിട്ടുണ്ടാകാം. അങ്ങനെ ഒരു സാധനമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ മാനന്തവാടി ആണെങ്കിലും ഇവിടെ ഞങ്ങളിപ്പോൾ ഈ കവനീരി ആണെങ്കിലും ഒക്കെ കർണാടക ബോർഡറാണ്. ഈ ബോർഡറിലൂടെ വരുന്ന നൈറ്റ് സർവീസുകൾ, വണ്ടികൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ കടന്നു വരാൻ സാധിക്കും. പെട്ടെന്ന് തൊട്ടടുത്ത് പോയി വാങ്ങി വരാവുന്ന ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ബാംഗ്ലൂരോ മൈസൂരൊക്കെ പോയിട്ട് ഒരു കുട്ടിക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ പോയി തിരിച്ചു വരാവുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് അത് എത്താനുള്ള സാഹചര്യവും അവിടുന്ന് കൊണ്ടുവരാനുള്ള സാഹചര്യം കൂടുതലുള്ളത് വയനാട്ടിലേക്കാണ്. വയനാട്ടിൽ നിന്ന് അതുകൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇങ്ങോട്ട് ഊട്ടിക്ക് പോകണമെങ്കിലും മറ്റേ തമിഴ്നാട്ടിലേക്ക് കിടക്കണമെങ്കിലും നമുക്ക് ബത്തേരിയിൽ നിന്ന് പോകാവുന്ന ദൂരമുണ്ട്. അപ്പോൾ അതൊരു 3 സംസ്ഥാനങ്ങളുടെ സംഗമഭൂമി ആയതുകൊണ്ട് ഈ വയനാടിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. വയനാട് ജില്ലയുടെ ഏറ്റവും അതിർത്തി പ്രദേശമായ കർണാടക ബോർഡറാണ് നമ്മൾ. അപ്പോൾ കർണാടകയിൽ നിന്നും ഒരുപാട് ലഹരി വരുന്ന ഒരു പ്രദേശമാണ് അവിടെ. അപ്പോൾ കുട്ടികളെ ഈ ലഹരിക്ക് അടിമപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ലോബികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നത് സത്യമുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർണാടകയിൽ സുലഭമായി കിട്ടുന്ന ഒരു സംഭവം ഒരു കർണാടക ബോർഡറാണ്. നമുക്ക് ഇവിടുന്ന് പോലീസിനോ എക്സൈസിനോ കർണാടകയിൽ ചെന്ന് പരിശോധിക്കാൻ കഴിയില്ല. അപ്പോൾ അവിടുന്ന് മാഫിയകളിൽ എത്തിച്ച് ആ ലോബികൾ ഇവിടെ കോളേജ് കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ലഹരി മാഫിയ അവരെ ഒരു ചെറിയ പൈസ കൊടുത്തുകൊണ്ട് സ്കൂൾ കുട്ടികളിലേക്ക് എത്തിക്കുന്ന ഒരു നിലപാട് ആണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.